എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായസ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ സംസാരിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ ഫലമാണ്. 1201 ആണ്ട് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം. Judgment energy, Knight of Pentacles, Six of Cups, Hermit, Devil, അതേപോലെ 3 of Swords എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ജഡ്ജ്മെൻറ്റ് എനർജി കണക്ഷൻസ്. ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെയധികം ഈ ഒരു വർഷത്തെ നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ജീവിത സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നല്ല രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത് തൃപ്തികരമായിട്ടുള്ളൊരു അന്തരീക്ഷം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു സമാധാനം തരുന്ന ഒരു കാര്യമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായിട്ടുള്ള അവസരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. അതിപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ളതാണെങ്കിലും ആണെങ്കിലും ഒരു അവസരം എന്ന് പറയുമ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഇതൊരു വേക്കപ്പ് കോൾ, അതായത് ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്കൊരു വേക്കപ്പ് കോൾ തരുന്നു എന്ന് പറയാം. അതായത് ലൈഫിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടുന്ന ഒരു സമയമാണ്. നിങ്ങൾ കുറച്ചുകൂടി പല കാര്യങ്ങളെയും ചിന്തിക്കുന്നത് ഒരു മെച്യൂരിറ്റിയോട് കൂടിയിട്ടാണ് എന്നുള്ളതാണ്. ജീവിതം കുറച്ചുകൂടി സെറ്റിൽഡ് ആവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ പല കാര്യങ്ങളും ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു പുതിയ ഫേസ് ലൈഫിൽ എത്തുന്നു എന്നുള്ളതാണ്. നാച്ചുറലി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു ഫീലിംഗ് തരുന്നൊരു സമയമാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഗുഡ് ന്യൂസ് ആയിരിക്കും, കാര്യങ്ങൾ കേൾക്കാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ പുതിയ കാര്യങ്ങൾ അറിയാനും അറിവ് നേടാനും പഠിക്കാനും പറ്റുന്ന അവസരമാണ്. അപ്പം പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സമയം എന്നുള്ളതാണ്. ഹെൽത്ത് വൈസ് വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പലതും ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നവർ ശാരീരിക പ്രശ്നങ്ങളൊക്കെ മാറുന്നു. ഹെൽത്ത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നു. ലൈഫ് കുറച്ചും കൂടി ബെറ്റർ ആവുന്നു. പിന്നെ ഒത്തിരി പ്രോബ്ലംസ് അനുഭവിക്കുന്നവർ പ്രോബ്ലംസൊക്കെ അത്ര ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അല്ലാതെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പൊതുവെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അധികം എളുപ്പമായിട്ടുള്ള ഒരാളല്ല എങ്കിൽ നിങ്ങളുടെ പ്രോബ്ലംസൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഫീൽ ചെയ്യുന്നൊരു സമയം കൂടിയിട്ടാണിത്. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ആയിട്ട് കാണുന്നു. പിന്നെ പലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പല കാര്യങ്ങളൊക്കെ കഴിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കഴിഞ്ഞുപോയ സമയത്ത് മറന്നുപോയിട്ടുള്ളതോ വിട്ടുപോയിട്ടുള്ളതോ ചില വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതേപോലെ തന്നെ നിങ്ങൾ ചില ആളുകളും ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നതും ഈശ്വരീയ ചിന്തകളിൽ കൂടുതൽ ഉണ്ടാകുന്നു മനസ്സിൽ എന്നുള്ളതും. അതേപോലെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളിലൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം. അതേപോലെ തന്നെ ലൈഫ് ഇനി എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്താണ് ഇനി പ്ലാൻ എന്നുള്ളതൊക്കെ ചിന്തിച്ചു തുടങ്ങുകയാണ്. കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആൻഡ് മെറ്റീരിയൽ മൈൻഡഡ് ആവുന്നു എന്ന് പറയാം. അപ്പോൾ ദൈവിക കാര്യങ്ങൾ താല്പര്യമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകുമ്പോൾ മാനസികമായിട്ടൊരു സംതൃപ്തി ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങളും താല്പര്യം കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു പല കാര്യങ്ങളും നിങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു. കുറച്ചുകൂടി ഇപ്പോൾ ഉള്ള ജോലി വിട്ടിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ജോലിയിലേക്ക് പോവാണ്. അപ്പോൾ വേറൊരു ലൊക്കയിലേക്ക് മാറുന്നതായിരിക്കാം, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും കാര്യങ്ങളും, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി നിങ്ങൾ സാമ്പത്തികമായിട്ട് നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്, പക്ഷെ എന്നാലും അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത്, ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് കുറവായിരിക്കും. അത് എങ്ങനെ എവിടെ എന്നുള്ളത് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നു, പഠിക്കുന്നു, അറിയുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. ചില ആളുകൾ ചിലപ്പോൾ ട്രേഡിങ് കാര്യങ്ങൾ പോലുള്ള കാര്യങ്ങൾ അതിലേക്ക് ഇൻവോൾവ് ആകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം അതിലൂടെയും നിങ്ങൾ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ആയിട്ട് കാണുന്നു.
വളരെ ഒരു പോസിറ്റിവിറ്റിയാണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് 6 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. ഇത് സൂചിപ്പിക്കുന്നത് ഫാമിലി അറ്റ്മോസ്ഫിയർ വളരെയധികം നിങ്ങളുടെ വളരെയധികം പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്. ജീവിതം നല്ല രീതിയിൽ ആസ്വദിച്ച് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ച രീതിയിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളത് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു. ലൈഫ് പേർപ്പസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അപ്പോൾ ഒന്ന്, ഇത് മാനസികമായിട്ട് നിങ്ങൾക്ക് ഇമോഷണലി മെൻ്റലി ഒക്കെ നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ചുറ്റുമുള്ള ആളുകളായിട്ടും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ. അപ്പോൾ നിങ്ങളുടെ ഇന്നർ ഫീലിങ്സ് എന്താണെന്ന് പൊതുവേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഒന്ന്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെയാണ്, ലൈഫ് എങ്ങനെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലൈഫിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ്, ജീവിതത്തെക്കുറിച്ചിട്ടുള്ള പേഴ്സ്പെക്റ്റീവ് എന്താണ് എന്നുള്ളതാണ്. ജീവിതം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ നിങ്ങൾ ലോട്ടറി വിൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ലോട്ടറി വിൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യലി അത് ആ ഒരു എനർജി കാണിക്കുന്നതോടൊപ്പം തന്നെ ലോട്ടറി എന്ന് പറയുന്നത് ഒരു ഭാഗ്യം എന്നുള്ളത് ഒരു പക്ഷേ റിലേഷൻഷിപ്പിലാവാം. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ ഇന്ന് വരെ ഇപ്പോൾ നിങ്ങളുടെ ബന്ധം പാരൻസുമായിട്ട് നല്ലൊരു ബന്ധമായിരിക്കില്ല. കാരണം അവരെ ഒരിക്കലും ഇമോഷണലി നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കണക്ഷൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ വിവാഹം നടക്കുന്നതായിരിക്കാം. അപ്പോൾ വിവാഹം കഴിക്കുന്ന വ്യക്തി നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു വ്യക്തി, നിങ്ങൾക്ക് എപ്പോൾ അതായത് ഇമോഷണലി നല്ല കെയറിങ്ങും ഇമോഷണലി എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും അവൈലബിൾ ആയിട്ട് ഇരിക്കുന്ന ഒരാളും എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭാഗ്യം നിങ്ങളിലേക്ക് വരുന്നു. ചില ആളുകളെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ടുള്ള രീതിയിലും ഭാഗ്യം വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഓക്കെ. അതേപോലെ തന്നെ ഹെർമിറ്റ് എനർജിയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ചുറ്റും ഒരു സപ്പോർട്ട്, നിങ്ങളെ സഹായിക്കുക, എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് എല്ലാത്തിനും നിങ്ങൾ തന്നെ ഓടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല എന്നുള്ളൊരു ഫീലിങ്ങിലുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു വർഷം പൊതുവെ നിങ്ങളെ സഹകരണ മനോഭാവത്തോട് കൂടിയിട്ടുള്ള ആളുകളായിരിക്കും നിങ്ങളുടെ ചുറ്റും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ കൂടെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെ നിങ്ങൾക്കൊരു സന്തോഷം തരുന്ന കാര്യമാണ്. നിങ്ങൾ വളരെയധികം സ്പിരിച്വാലിറ്റി നിങ്ങളുടെ കൂടെ. അപ്പോൾ ഈ ഒരു വർഷം പൊതുവേ നിങ്ങൾ സ്പിരിച്വലി ഒത്തിരി കണക്റ്റഡ്, ദൈവഭാഗ്യം, ദൈവാനുഗ്രഹം എന്നൊക്കെ നമ്മൾ പറയുന്നത് വളരെയധികം പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തിങ്കൽ അല്ലെങ്കിൽ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലും പ്രാർത്ഥനകൾ, വഴിപാടുകൾ, മെഡിറ്റേഷൻ പോലുള്ള യോഗ പോലുള്ള കാര്യങ്ങൾ ഇതിലൊക്കെ നിങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതും ഒത്തിരി നിങ്ങൾക്ക് സന്തോഷവും തൃപ്തിയും തരുന്ന ഒരു കാര്യമായിട്ട് കാണുന്നുണ്ട് ഓക്കെ. അതേപോലെ തന്നെ ഡെവിൾ എനർജിയാണ്. അപ്പോൾ ഒരു സ്റ്റക്കായിട്ട് നിന്നിരുന്ന ഒരു ലൈഫിൽ നിന്ന് പുറത്ത് കിടക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ജീവിതത്തിൽ ഒത്തിരി ട്രോമ അനുഭവിച്ചിട്ടുള്ളവർ, ബാല്യകാലത്തിലും മറ്റുമൊക്കെ ഒത്തിരി പാരൻസ് പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല ഫാമിലി, ചിലപ്പോൾ സാമ്പത്തികമായിട്ട് നേട്ടം, ഇപ്പോൾ അച്ഛനമ്മമാർ നല്ല ജോലി, സർക്കാർ ജോലിയായിരിക്കും രണ്ടു പേർക്കും, അല്ലെങ്കിൽ നല്ല ജോലിയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പാരൻസ് വിദേശത്തായിരിക്കും നിങ്ങളെ നോക്കിയത്, ചിലപ്പോൾ മുത്തശ്ശനോ മുത്തശ്ശിയായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ കിട്ടാത്തത്, അല്ലെങ്കിൽ ഈവൻ അടുത്തുള്ളപ്പോൾ പോലും ഇമോഷണലി ഒരിക്കലും അവൈലബിൾ അല്ലാത്ത സാഹചര്യത്തിൽ നിന്നുള്ള ഒരു ട്രോമ, അത് നിങ്ങൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴായിരിക്കും അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ചില ആളുകൾ കൗൺസിലിംഗ്, സൈക്കോളജിസ്റ്റിനെയൊക്കെ പോയി കാണുക, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ട്രോമയിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു സൂചന തരുന്നുണ്ട്. അതേപോലെ തന്നെ 3 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി 3 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് പലരും ലൈഫിൽ സെപ്പറേഷൻ, ജീവിതത്തിൽ പലരും നമ്മുടെ ലൈഫിലൊരു കാലഘട്ടം ഉണ്ടാകേണ്ട സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാകുന്നു. ചില ആളുകൾ നല്ല സൗഹൃദങ്ങൾ, ചില ആളുകൾ ചില പാഠങ്ങൾ പഠിപ്പിച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അത് ലൈഫ് എന്താണോ തരുന്നത് അങ്ങനെ അത് മനസ്സിലാക്കി അധികം സന്തോഷം തരാത്ത കാര്യങ്ങളാണെങ്കിൽ അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് കണ്ടിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങൾ വരികയാണ്. കഴിഞ്ഞ കാലം, പാസ്റ്റ് ഇസ് പാസ്റ്റ് എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾ ഒരു ദേശം വിട്ട് മറ്റ് ദേശത്തേക്ക് തന്നെ ദൂരേക്ക് പോയി മറ്റൊരു ഇടത്തേക്ക് തന്നെ ടോട്ടലി മാറി താമസിക്കുന്ന അല്ലെങ്കിൽ മാറിപ്പോകുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കാലത്തിൽ തങ്ങി നിൽക്കാതെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങുന്നതിൻ്റെ ആദ്യ പടി ഒരു വർഷം
ഈ ഒരു വർഷം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.